ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ഇറ്റലി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് വ്യൂ ഒക്കെ കാണാം. ഈ ഒരു ബാക്ക് വ്യൂ എന്ന് പറയുന്നത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പ്ലസ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടി ചെറിയ ചെറിയ ഗെയിംസും ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ചെറിയൊരു പൂളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതിൽ വാട്ടർ ഒട്ടും ഫില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട ലഗേജസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ബാക്കിയുള്ള ലഗേജസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ വൈകിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയാണ് റിട്ടേൺ. നമ്മളിപ്പോൾ ഉള്ളത് നോർത്തേൺ സൈഡ് ഓഫ് ഇറ്റലിയാണ്. ഈ ഒരു നോർത്തേൺ സൈഡിലാണ് മോഡേൺ ആയിട്ടുള്ള സിറ്റീസും ലേക്സ് മൗണ്ടൻസ് ഇതിനൊക്കെ ഫേമസ് ആയിട്ടുള്ളത്. സെൻട്രൽ ഇറ്റലിയിലാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റോമും വത്തിക്കാൻ സിറ്റിയും പിസ ടവറൊക്കെ ഉള്ളത്. ബീച്ചും കോസ്റ്റൽ റീജിയനൊക്കെ വരുന്നത് ഈ ഒരു സദേൺ ഇറ്റലിയിലാണ്. അവിടെയാണ് നമ്മുടെ അമാൽഫിയൊക്കെ ഉള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ പോകുന്നത് മിലാൻ കത്തീഡ്രലിലേക്കാണ്. ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു മോണ്യുമെൻ്റ് ആണ് നമ്മുടെ ഈ മിലാൻ കത്തീഡ്രൽ. കൂടാതെ തന്നെ നമ്മൾ ഈ കത്തീഡ്രലിലേക്ക് നടന്നു പോകുന്ന വഴി രണ്ട് വശത്തും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഷോറൂമുകളാണുള്ളത്. അതേപോലെ തന്നെ ഈ വഴിയിലൊക്കെ കുറേ ആൾക്കാർ ഇതേപോലെ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്തിട്ടും പെയിൻറ് ചെയ്തിട്ടും പപ്പറ്റ് ഷോയും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നേ. അവിടെ ഡാൻസ് ചെയ്ത ഈ പുള്ളി അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റൊക്കെ കുറച്ച് ലാഗ് അടിച്ച് ഞങ്ങൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഈ ഒരു ഷോയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നേ. പക്ഷേ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഈ ഒരു ഡാൻസ് ഷോയൊക്കെ കണ്ടിട്ട് നമ്മൾ മിലാൻ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണേ. നമ്മൾ പോയത് സമ്മറിലായതുകൊണ്ട് അധികം തണുപ്പൊന്നും ഇല്ലാണ്ട് വെയിലൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ആ ഒരു കൂൾ സെറ്റപ്പിൽ നമുക്ക് ആ ഒരു സ്ഥലം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ മിലാൻ കാത്തീഡ്രലിൻ്റെ ഫ്രണ്ട് വ്യൂ. അടിപൊളിയായിരുന്നു. കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പണ്ടൊക്കെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ കണ്ടത് വലിയൊരു ക്യൂ ആണ് ഈ ഒരു കാത്തീഡ്രലിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു കാത്തീഡ്രലിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇറ്റലിയിൽ ഈ ഒരു മിലാൻ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അകത്ത് കയറാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടതും യൂട്യൂബിലും കുറച്ച് സെർച്ച് ചെയ്തൊക്കെ വെച്ചിട്ട് എനിക്ക് അകത്തുള്ളൊരു വ്യൂ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നോർത്തേൺ സൈഡിൽ തന്നെയുള്ള കോസ്റ്റൽ കുറച്ച് ബീച്ചസ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. ഏകദേശം ഒരു 3 hours ഡ്രൈവാണ് നമുക്കുള്ളത് ടോട്ടലായിട്ട് ഈ ഒരു മിലാൻ കത്തീഡ്രലിൽ നിന്ന് നമ്മൾ ഈ പോകാൻ പോകുന്ന ഈ ഒരു കോസ്റ്റൽ റീജിയണിലേക്ക് കേട്ടോ. കുറേ നാൾക്ക് മുന്നേ വരെ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ വേറെ കൺട്രിയിലൊക്കെ പോകാൻ പറ്റുന്നു, നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നു. ജർമ്മനിയിലേക്ക് വരുന്നത് തന്നെ ഒരു ക്വിക്ക് ഡിസിഷൻ അല്ലായിരുന്നെങ്കിലും ഞാനൊരിക്കലും അതിനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ എനിക്ക് ഇതേപോലെ പുറത്ത് പോയി പഠിക്കണം, ട്രാവൽ ചെയ്യണം, അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. വൺസ് ഞാനിവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റി, കുറേ ഗുഡ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ പറ്റി, അതേപോലെ തന്നെ കുറേ എക്സ്പീരിയൻസ്. അങ്ങനെ സംസാരിച്ചിരുന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയൊക്കെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചിങ്കറ്റെറയിലാണ്. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നെയിമല്ലേ. ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും ഇതിൻ്റെ ഒരു മീനിങ് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ 5 cities ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ ഒരു ചിങ്കറ്റെറ എന്ന് പേര് വന്നത്. ഇറ്റാലിയനിൽ ഈ ഒരു ചിങ്കറ്റെറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഭൂമികൾ എന്നാണ് മീൻ ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കി നടക്കുകയാണ് നമ്മൾ.
അങ്ങനെ കുറച്ച് നേരത്തെ തിരച്ചിലിനൊക്കെ ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു കടയിലേക്ക് പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെനു കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു ചേച്ചി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഓരോ പിസ്സയിലും എന്തൊക്കെയാണ് ഉണ്ടാവുക, എന്താണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളതെന്നൊക്കെ. ഒരു സത്യം പറയട്ടെ, എന്തൊക്കെയാണെന്ന് ഞാൻ കഴിച്ചതെന്നുള്ളത് എനിക്കിപ്പോൾ ഒരു പിടിയില്ല. ഞാനൊരു 6 months മുന്നേ ആണ് ഈ ഒരു പ്ലേസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മടിയുടെ ഒരു ആഘാതം ഭയങ്കരമായിട്ട് എന്നിൽ അടിച്ചതുകൊണ്ട് എനിക്ക് ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഞാൻ അന്ന് എന്തൊക്കെയാണ് കഴിച്ചത് എന്നൊക്കെ ഒരു ഒട്ടും പിടിയില്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം ഓർമ്മയുണ്ട്. ഏതോ ഒരു പിസ്സ കഴിച്ചിട്ട് എല്ലാവർക്കും അത് ഇഷ്ടമായി. നമ്മൾ പക്ഷേ അത് ഒരെണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷേ അത് എന്ത് ഫ്ലേവറാണ് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നമ്മളടുത്തത് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് കടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മേൻ്റെ വീട് വരുന്നത് എറണാകുളത്ത് ചെറായി ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ അമ്മയുടെ വീട്ടിൽ പോകും. ആ സമയത്ത് എനിക്ക് കടലിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ ഓൾമോസ്റ്റ് മിക്ക ടൈമിലും ഞങ്ങൾ കടലിൽ പോവും, കടലിലിറങ്ങി കളിക്കും. അങ്ങനെയൊക്കെയാണ്. അതാണ് എൻ്റെ കടൽ കാണുമ്പോഴുള്ള ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്നത്. വെള്ളം എനിക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിലും പക്ഷേ എനിക്ക് ഈ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ പതുക്കെ ഇറങ്ങി നിന്നിട്ടാണ് നമ്മൾ കടലിലേക്ക് കാര്യമായി ഇറങ്ങി തുടങ്ങിയത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് അധികം ടയേർഡായി എല്ലാവരും. നെക്സ്റ്റ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. ബാക്കി എല്ലാവരും ബീഫും പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊരു മീൻ ഗ്രില്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏത് മീനാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഫുൾ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് കുറച്ച് നമ്മൾ പാഴ്സലാക്കി എടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.